ഹായ്, വെൽക്കം ടു അമ്മൂസ് സെമി കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ റെഡിയാക്കാനായിട്ട് പോകുന്നത് ഉള്ളി വടയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഉള്ളി വട റെഡിയാക്കാൻ നോക്കാം. ഉള്ളി വട ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരുന്നത്. അത് ഞാൻ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തതാണ്. ചെറിയ കഷ്ണം ഇഞ്ചി നന്നായിട്ട് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്, കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് എടുത്തത്, 1 ടീസ്പൂൺ ജീരകം, 1 സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്, 4 ടേബിൾ സ്പൂൺ കടലമാവ് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഉള്ളി വട റെഡിയാക്കാൻ നോക്കാം. ഇപ്പോൾ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലോട്ട് നമുക്ക് ഉള്ളി ചേർക്കാം. ഈ ഉള്ളിയൊക്കെ നമുക്കൊന്ന് ആദ്യമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം, പച്ചമുളക് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, എടുത്തു വെച്ച ജീരകം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച അരിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുണ്ട്, ടീസ്പൂൺ അല്ല. 4 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി. എന്നിട്ട് ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ ഉള്ളിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ഞാൻ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടില്ല. ഈ ഉള്ളിയിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം വരും. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരും. ഇപ്പം ഞാനൊന്ന് 10 മിനിറ്റ് അടച്ചു വയ്ക്കാനായിട്ട് പോവാണ്. ഇപ്പം ഞാനിത് വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഷേപ്പാക്കിയിട്ട് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പം ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഷേപ്പാക്കി എടുത്ത ഉള്ളി ചേർത്ത് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു സൈഡ് റെഡി ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. റെഡി ആയി വന്ന് നമുക്ക് ഇതിലേക്ക് കോരി മാറ്റാം. ഇപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിങ് ട്രേയിലോട്ട് മാറ്റാം. അപ്പോൾ നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് അമ്മൂസ് സെമി കിച്ചൻ.